പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച ആരംഭിച്ചു. യു.പി.എ കാലത്തും ചോദ്യപേപ്പർ ചോർന്നെന്ന് ബിൽ അവതരണത്തിനിടെ മന്ത്രി ജിതേന്ദ്ര സിംഗ്. അതേസമയം മോദിയും അമിത്ഷായും പങ്കെടുക്കാത്തതെന്തെന്ന് പ്രതിപക്ഷം ചോദിച്ചു. വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച ദില്ലി പോലീസിനെതിരെ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. വിഷ്ണു, ഒരുപക്ഷേ 10 മണിക്കൂറോളം നീളുന്ന ചർച്ചയാണെന്നാണ് നേരത്തെ കിരൺ റിജിജു അറിയിക്കുകയും ചെയ്തത്. ഏതായാലും ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ അമിത്ഷായുടെയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ അവസാനത്തെയും ശ്രദ്ധിക്കപ്പെട്ട് പ്രതിപക്ഷം ആ വിഷയം ഉയർത്തുകയും ചെയ്തു. വളരെ നിർണായകമായ ഒരു ബില്ല് നിയമ ഭേദഗതി ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സ്ഥലത്തില്ല. രണ്ടുപേരും പ്രതിക്കൂട്ടിൽ തന്നെയാണ്. എന്താണ് ഇപ്പോൾ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രതിപക്ഷം പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്താണ്? നിയമ ഭേദഗതി ബില്ലിൽ എന്തെങ്കിലും ഭേദഗതികൾ പ്രതിപക്ഷം നിർദ്ദേശിച്ചിട്ടുണ്ടോ? സിജു, എന്തായാലും 2 മണിയോട് കൂടി തന്നെയാണ് പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ ചർച്ച ആരംഭിച്ചത്. കേന്ദ്ര മന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. എന്തായാലും ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ അടക്കം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതായത് ഈ പരീക്ഷാ പേപ്പർ ചോർച്ച എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. കോൺഗ്രസ് യു.പി.എ സർക്കാർ ഭരിക്കുന്ന കാലത്തും നിരവധി തവണ പരീക്ഷാ പേപ്പറുകൾ ചോർന്നിട്ടുണ്ട്. അതോടൊപ്പം പ്രതിപക്ഷ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും സമാന രീതിയിൽ ചോദ്യപേപ്പറുകളൊക്കെ ചോർന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നതാണ് എന്തായാലും കേന്ദ്ര മന്ത്രിയായിട്ടുള്ള ജിതേന്ദ്ര സിംഗിന്റെ ന്യായീകരണം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ബില്ലിലെ വ്യവസ്ഥകളും എന്തായാലും കേന്ദ്രമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് 5 വർഷം മുതൽ ഏറ്റവും കുറഞ്ഞ തടവെന്ന് പറയുന്നത് 5 വർഷമായിരുന്നു. പക്ഷെ അതിപ്പോൾ 7 വർഷം മുതൽ 10 വർഷം വരെയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഘടിത കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് അവർക്ക് ഈ 10 വർഷം തടവ്, അത് കൂടാതെ പിഴയായി 10 കോടി രൂപയാണ് പിഴ ചുമത്തുക എന്നതാണ് ഇപ്പോൾ പുതിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്. അതിവേഗ കോടതികൾ സ്ഥാപിക്കും എന്നതടക്കമുള്ള പുതിയ ഭേദഗതികൾ തന്നെയാണ് ഇപ്പോഴത്തെ ബില്ലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും വലിയ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട്. ബില്ല് ചർച്ചയ്ക്ക് വരുന്ന ആ ഘട്ടത്തിൽ തന്നെ കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാക്കൾ സഭയിൽ ആവശ്യപ്പെട്ടത് ഈ ബില്ല്, ഇത്രയും പ്രധാനപ്പെട്ട ബില്ല് സഭയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയിൽ ഇല്ലാത്തത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഉയർത്തിക്കാട്ടിയത്. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള പോലീസ് നടപടിയിൽ മറുപടി പറയണമെന്ന വലിയ ആവശ്യം പ്രതിഷേധമൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരമൊരു ബില്ല് ചർച്ചയ്ക്ക് വരുമ്പോൾ അമിത്ഷായുടെ അസാന്നിധ്യം കൂടി വളരെ ശ്രദ്ധേയമാകുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും ഈ ബില്ലിൽ ചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് പ്രതിപക്ഷത്തൊന്നും സംസാരിച്ചത് കോൺഗ്രസ് എം.പി ആയിട്ടുള്ള ഗൗരവ് ഗൊഗോയാണ്. എന്തായാലും ഗൗരവ് ഗൊഗോയ് അതിരൂക്ഷ വിമർശനമാണ് ഇപ്പോൾ സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഈ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള ബില്ല് നിയമ ഭേദഗതി 2024 കൊണ്ടുവന്നിരുന്നു. പക്ഷേ 2024 കർശന നിയമങ്ങൾ കൊണ്ടുവരാത്തത് കൊണ്ടാണ് 2026 വീണ്ടും ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്നത്. നിലവിൽ കേന്ദ്ര സർക്കാർ ഇത്തരം ഭേദഗതി കൊണ്ടുവരുന്നത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ്. സർക്കാരിന്റെ പരാജയം മറച്ചു പിടിക്കുന്നതിന്, ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഭേദഗതി കൊണ്ടുവരുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ചോദ്യപേപ്പർ ചോർച്ച തടയണമെന്നൊന്നും കേന്ദ്ര സർക്കാരിന് യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ല എന്നതടക്കമുള്ള വിമർശനം ഗൗരവ് ഗൊഗോയുടെ ഭാഗത്തുനിന്നും എന്തായാലും ഉയർന്നു വന്നിട്ടുണ്ട്. അന്ന് 2024 ശരി വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്നുള്ള ലോക്സഭയിൽ നടക്കുന്ന പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിലെ ചർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചു.